നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ഫെബ്രുവരി മാസം കൂടി കണക്കിലെടുക്കുമ്പോൾ 6 മാസത്തെ ആനുകൂല്യം നമുക്ക് കുടിശ്ശികയായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ 9,600 രൂപയാണ് ഓരോ വ്യക്തിക്കും സർക്കാർ ഇപ്പോൾ നൽകേണ്ട ആനുകൂല്യം. ഈ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയവും. ഈ കാര്യങ്ങളിൽ സർക്കാർ ഗൗരവമായിട്ട് തന്നെ ഈ വിഷയം പരിഗണിച്ച് ഏറ്റവും പുതിയ കുറച്ച് അറിയിപ്പ് 45 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വേണ്ടി നൽകുകയാണ്. അത് ഈ വീഡിയോ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. 45 ലക്ഷത്തോളം വരുന്ന ആളുകളിൽ തന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി 16-ൽ പരം ക്ഷേമനിധി ബോർഡുകൾ വഴി സർക്കാരിൻ്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്നവരുടെ ഉൾപ്പെടെ ഇപ്പോൾ നിലവിൽ പെൻഷൻ നിലയ്ക്കപ്പെട്ടിട്ടുണ്ട്. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലൊക്കെ അംഗങ്ങളുടെ ആനുകൂല്യം കുടിശ്ശികയായിട്ട് 1 വർഷത്തോളം അടുക്കുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് സാധാരണ ആളുകൾ നീങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. വിധവാ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, വികലാംഗ പെൻഷൻ, അതായത് ഭിന്നശേഷി നേരിടുന്ന ആളുകൾക്കുള്ള പ്രത്യേക സഹായങ്ങൾ, അവിവാഹിതരായിട്ടുള്ളവർക്ക് വേണ്ടി നൽകുന്ന ആനുകൂല്യങ്ങൾ, ഇവയെല്ലാം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് മുടങ്ങിയതുകൊണ്ട് തന്നെ അവരുടെ ദൈനംദിന ജീവിതത്തെ ഇത് കാര്യമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. നിലവിൽ ആരോഗ്യപരമായിട്ടുള്ള അവരുടെ അവസ്ഥകൾക്ക് മരുന്ന് വാങ്ങാൻ പോലും തുകയില്ലാത്ത ഒരു സാഹചര്യം. അപ്പോൾ സർക്കാർ ഇതെല്ലാം തന്നെ വിശദമായിട്ട് പരിഗണിച്ച ശേഷം ഏറ്റവും പുതിയ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം തന്നെ പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. നമ്മുടെ സംസ്ഥാനത്ത് മുടക്കം വന്നിട്ടുള്ള ക്ഷേമ പെൻഷൻ ഇനി ഗഡുക്കളായിട്ടായിരിക്കും വിതരണം ചെയ്യുക. 2 മാസത്തെ 3 മാസത്തെയൊക്കെ ഒരുമിച്ച് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. സാധാരണക്കാർക്ക് അതൊരാശ്വാസമായിട്ട് മാറുകയും ചെയ്യും. നിലവിൽ പല മേഖലകളിൽ നിന്നും സാധാരണക്കാരെ കടമെടുത്താണ് ഇപ്പോൾ പല കാര്യങ്ങളും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പെൻഷൻ തുക കയ്യിൽ കിട്ടുമ്പോൾ ആ തുക വീട്ടിക്കൊള്ളാം എന്നൊക്കെയുള്ള ഒരുപാട് വാഗ്ദാനങ്ങളിലാണ് സാധാരണക്കാർ ഇപ്പോൾ ജീവിതം തള്ളി നീക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ആനുകൂല്യം സംസ്ഥാന ബഡ്ജറ്റ് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച തന്നെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന് വേണ്ട ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ പെൻഷൻ തുക എല്ലാ മാസങ്ങളിലും മുടക്കം കൂടാതെ വിതരണം ചെയ്യുന്നതിന് പുതിയ സംവിധാനങ്ങളെല്ലാം സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട്. നിലവിൽ ഇന്ധന സെസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സോഷ്യൽ സെക്യൂരിറ്റി മിഷന് വേണ്ടിയൊക്കെ കൃത്യമായിട്ട് സർക്കാർ പരിഗണിച്ചിട്ടുണ്ടെങ്കിലും അത് ഈ പെൻഷൻ വിതരണത്തിന് ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല. സർക്കാരിൻ്റെ വിവിധ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുണ്ട്. വിവിധ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് വിവിധ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. അതിലേക്കെല്ലാം കൂടിയാണ് പരിഗണിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് മുടക്കം വന്നിട്ടുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ ഗഡുക്കളായിട്ടുള്ള വിതരണം വരുന്ന ആഴ്ചയോടെ തന്നെ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. ഇനി അത് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന പെൻഷൻ 1,600 രൂപ വീതമാണ്. ഈ തുക വർദ്ധിപ്പിക്കുമെന്ന് സർക്കാരിൻ്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം. ആ ഒരു വാഗ്ദാനം പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പെൻഷൻ തുകയിൽ വർധനവ് ഇപ്പോൾ LDFിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ നിർദ്ദേശം വന്നിട്ടുണ്ട്. നിലവിൽ 1,600-ൽ നിന്ന് പരമാവധി ഒരു 100 രൂപയുടെയെങ്കിലും വർധനവ് ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ ചേർക്കണമെന്നാണ് LDFിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയുള്ള പ്രധാന നിർദ്ദേശം വന്നുയർന്നിട്ടുള്ളത്. 1,700 രൂപ വീതമുള്ള വർധനവ് ഉണ്ടായെങ്കിൽ സാധാരണക്കാർക്ക് അത് വലിയ സഹായമാകും. അതോടൊപ്പം തന്നെ കുടിശ്ശിക വന്നിട്ടുള്ള പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ ആവിഷ്കരിക്കുന്ന പ്രധാന സംവിധാനങ്ങളും തിങ്കളാഴ്ചത്തോടെ തന്നെ നമുക്ക് അറിവാകും. അപ്പോൾ 45 ലക്ഷം വരുന്ന ആളുകളും ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. ആനുകൂല്യ വിതരണത്തെ സംബന്ധിച്ചുള്ള പ്രധാന സൂചനകൾ വരുന്ന ആഴ്ച തന്നെ നമുക്ക് ലഭ്യമാകും. തിങ്കളാഴ്ചയോടെ തന്നെ ഏകദേശ അറിവുകൾ നമുക്ക് കിട്ടുകയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. മറ്റൊരു അറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം. വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾ ലഭിക്കാൻ മീഡിയ കമ്പാനിയുടെ യൂട്യൂബ്, ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.